ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒത്തിരി എനർജിയോടുകൂടി ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ സ്വാഗതം ചെയ്യാം. തൃശ്ശൂർ ചാവക്കാട് പ്രോജക്റ്റിൽ നിന്നും പുന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിലെ ചേച്ചിമാരും അമ്മമാരും ഒക്കെയാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ലൊരു കൈയ്യടി വരട്ടെ. ഈ കൈയ്യടിയോടുകൂടി നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഷാജോൻ ചേട്ടൻ, നസീർക്ക ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടൻ. വെൽക്കം 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 നസീർക്ക, വെൽക്കം ബിജുക്കുട്ടൻ ചേട്ടാ, വെൽക്കം. താങ്ക് യു. ഭയങ്കര ലുക്ക് അല്ലേ? കുറിച്ച് 2-3 ആപ്തവാക്യങ്ങൾ, നല്ല നല്ല ഇതിന്റെ ആപ്തവാക്യങ്ങളൊക്കെ കണ്ടോ? അത് പല പല പരിപാടികളാണ്. നല്ല രസമുള്ള. സാധാരണ ഷർട്ടിനൊക്കെ ഫ്രണ്ടിലാണ് ഒരു അട്രാക്ഷൻ ഉള്ളത്. അതെ. ഇതിന്റെ ബാക്കിലാണ്. ഇത് നമുക്ക് കൈഡി അമലാണ് നമ്മുടെ താങ്ക് യു സോ മച്ച്. നല്ല കോമ്പിനേഷൻ. ഷോയെ കുറിച്ച് എന്തെങ്കിലും പറയൂ. ഷോയെ കുറിച്ച് പറയണോ? ഷർട്ടിനെ കുറിച്ച് പറഞ്ഞോ? ഷോയെ പറ്റി 2 ഷോയെ പറ്റി പറയാം. ഒരുപാട് സന്തോഷമാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് ഒരു എനർജി നമ്മളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വരവാണ്. അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ സ്കിറ്റ് വിളിക്കാൻ സമയമായി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ സ്വന്തം ടീം ശ്യാം, സെൽവൻ, ശംഭു. വെൽക്കം. ഹലോ. ഹലോ, ഗംഗേട്ടത്തിയല്ലേ? ഏട്ടത്തി ഇന്ന് ഗംഗയിൽ നടക്കത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, എല്ലാം കുളമായിരിക്കുക. അച്ഛന്റെ ചിതാഭസ്മേ കാണാനില്ല. ഇന്ന് ഒഴുക്കാൻ കൊണ്ടുപോണ പരിപാടി അങ്ങ് വെച്ചരേ, നടക്കത്തില്ല. എന്തോന്ന് ചെയ്യാൻ? ഇത് എവിടെ കൊണ്ട് വെച്ചെന്ന് ആർക്കറിയാം? ഈ ചിതാഭസ്മം ചടങ്ങ് കഴിഞ്ഞ ആൾക്കാർ വരുന്നു. ഹലോ. ഞാൻ തന്നെ വരാന്ന്. എനിക്കിന്ന് വേറൊരു ഓട്ടം ഉണ്ടെന്ന്. ഞാൻ മാത്രമേ ഉള്ള ഡ്രൈവർ. ഓട്ടങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ആര്? പൂവച്ചൽ സുനി. നിങ്ങൾ പൂവയ്ക്കേ കാവയ്ക്കേ മരം ഒടിച്ച് തറയിലിടേ ചെയ്യാം. അതിന് എനിക്കെന്ത്? അതല്ല, ഞാൻ ഇവിടെ പുതിയ ഡ്രൈവർ. നിങ്ങളെ ഓട്ടത്തിന് വന്നതാണ്. ഓട്ടത്തിന് വന്നതാണല്ലേ? ഹീസ് മിസ്സിംഗ്. ഞെട്ടിയില്ലേ? ഞെട്ടിയതല്ല, പിന്നെ പറഞ്ഞത് മനസ്സിലായില്ല. അതെ, അച്ഛന്റെ ചിതാഭസ്മം കാണാനില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? പോക്ക് നടക്കത്തില്ല. ഇരുന്നിരുന്നൊരു ഓട്ടം കിട്ടിയതാണ്, അതും. ഇനിയിപ്പോ എന്തോ ചെയ്യും? നിങ്ങൾക്കിപ്പോ കാര്യം മനസ്സിലായി. സ്വന്തക്കാർക്ക് പറഞ്ഞാൽ കാര്യം മനസ്സിലാവും. പക്ഷെ എന്റെ അച്ഛന്റെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു മാമനുണ്ട്, റിട്ടയർഡ് SI രംഗം മാമൻ. മാമൻ വരുമ്പോ ഞാൻ എന്തോ പറയും? മാമനെ കാണുന്നതിന് എനിക്ക് പേടിയാ. എടാ റിട്ടയർഡ് SI, നീ എന്തിനാ പേടിക്കുന്ന? പോവാൻ പറയടാ. അങ്ങനെ എനിക്ക് പേടിയാ. നമ്മുടെ രവി സാറേ, നമ്മുടെ വേണു സാറില്ലേ? വേണു സാറ് മരിച്ചതിന്റെ 16 ചടങ്ങാണ് ഇവിടെ ഇന്ന്. അപ്പോ അതിന്റെ ഈ സഞ്ചയനമായിട്ട് നമ്മൾ ഈ അസ്ഥി ഗംഗയിൽ കൊണ്ടൊഴുക്കാനാ പ്ലാന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി സാർ, അങ്ങനെ ചെയ്യാം സാർ. DGP എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരാളിന്റെ 16 ചടങ്ങിന് നിക്കണം എന്ന് പറഞ്ഞപ്പം പറയുവാ ഇഡ്ഡലി സാമ്പാറും പൊതിഞ്ഞെടുക്കണേ. ഇങ്ങനെ ഉണ്ടാ കൊതി ഭഗവാനെ, മനുഷ്യത്. എങ്ങനെ പോണ്ടാ മോനെ? അങ്ങനെ പോണു മാമ. അങ്ങനെ അങ്ങ് പോയാ വിസ്താരെ പോയി ഇടിക്കും. ആരാ മനസ്സിലായില്ല? പുതിയ ഡ്രൈവർ. കളഞ്ഞ പുതിയ ഡ്രൈവറല്ലേ? സ്റ്റിക്കർ പൊട്ടിച്ച് കളഞ്ഞതാ. പറയടാ, വണ്ടിയൊക്കെ എങ്ങനെയാ? കണ്ടീഷനാണോ? പിന്നെ അടിപൊളി വണ്ടിയാണ്. പുക ചെക്ക് ചെയ്തോ? എന്തു പറയുന്നു? പുക എന്തോന്ന് പറയും? അതല്ല, എടാ പൊല്യൂഷനും 4 ടയറും ഓക്കെ അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞാൽ കമ്പനി ഇതുവരെ ടയർ ഇറക്കിയിട്ടില്ല. SRCന്റെ ടയറാണ് ഇപ്പൊ കിടക്കുന്നത്. അതല്ല, 4 ടയറും 4 വഴിക്കൊന്നും ഓടൂല്ലോ. കറക്റ്റ് പോകൂലേ? അങ്ങനെ ഉണ്ടാവണം. പോടാ നമുക്കെന്നാ. മാമ അതെ, ചെറുതാ കടിച്ചു പിടിക്കുന്നേ. ചെറിയ വിഷയമുണ്ട് മാമ. അച്ഛന്റെ അത് കാണാനില്ല. ഞാന് അന്ന് ഈ ബോഡി കൊണ്ടുവന്ന സമയത്ത് ഈ സെൻട്രലിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, വേണു സാറിനെ ഇനി ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം എന്ന് വിളിച്ചു. അപ്പോൾ നീ അവിടെ നിന്ന് എനിക്ക് കാണണ്ടേ എന്ന് ഓവർ ആക്ഷൻ ആയിരുന്നു. ഇപ്പൊ അത് കാണണം ഇത് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കാണിക്കാനാണ്? കാണിക്കാൻ അല്ല, പുള്ളി പറഞ്ഞ സാറിന് മനസ്സിലായില്ല. ഇല്ല, പുള്ളിയുടെ അച്ഛന്റെ കാണുന്നില്ല. നീ കലാമണ്ഡലത്തിലെ ഡ്രൈവർ ആയിരുന്നാടാ. നീ ആക്ഷൻ ഇട്ട് പറയുന്നു. എന്താ സംഭവം? പറ. സത്യം ഞാൻ പറയാം മാമ, അച്ഛന്റെ ചിതാഭസ്മം കാണാനില്ല. ഇതെന്തോ നിങ്ങളീ പറയുന്നേ? ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ ചിതാഭസ്മം കാണാനില്ലെന്നാ? ഇത് ആര് കണ്ടുപിടിക്കാനാണ് ഇത്? അല്ല, സാറ് പോലീസിന്റെ മറ്റേതല്ലേ? മറ്റേതാ? അല്ല,
ഹൈറേഞ്ച് അല്ലേ? ഹൈറേഞ്ചാ? അത് ഗ്യാസ് കണ്ടുപിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ. ക്രൈം ബ്രാഞ്ചിൽ 4 കൊല്ലം ഉണ്ടായിരുന്നടാ. ആ അപ്പൊ സാറ് തന്നെ ഇതൊന്ന് കണ്ടുപിടിച്ച് തരണം. നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടാടാ? എനിക്ക് മറ്റേ സാവിത്രി ചിറ്റ സംശയമുണ്ട് മാമ. അതെന്താ സംശയിക്കാൻ കാരണം? കാരണം അച്ഛനായിട്ട് ഈ സാവിത്രി ചിറ്റയ്ക്ക് ചെറിയൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ മാമ. സാവിത്രി എന്ന് പറയുന്നത് നമ്മുടെ പട്ടുസാരി ഉടുത്ത് ഭയങ്കര ബഹളത്തിൽ നടക്കുന്ന ഒരു കുട്ടിയാണോ? തന്നെടാ, ജീവിച്ചിരുന്ന സമയത്ത് വേണുസാറിനെ ഇവർ ഒരുപാട് പ്രാവശ്യം ശല്യം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ഇവർ ഇറങ്ങി ഓടുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അസ്ഥി ഇത് കുടത്തിലാക്കി ഇവർക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ വികാരങ്ങളല്ലേ മാമ, അത് മാത്രമല്ല മാമ. എന്താ ഈ സാവിത്രി ചിറ്റയെ അച്ഛനും തമ്മിലുള്ള ബന്ധം തുടരുന്ന് പറയാൻ വേണ്ടി സാവിത്രി ചിറ്റയുടെ ഭർത്താവ് പുരുഷമാമ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനോട് ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനോട് പറഞ്ഞ് ഈ ബന്ധം തുടരരുതെന്ന്. എന്നിട്ട് സാവിത്രി ചിറ്റ അച്ഛനും ആ ബന്ധം തുടർന്നു മാമ. ഈ സാവിത്രിയെയും നിന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം പറ്റില്ല എന്ന് പറയാൻ വേണ്ടി വന്ന ആളിന്റെ പേരാരാടാ? പുരുഷൻ. എന്തിനാണ് എന്തോ യവന് പുരുഷൻ എന്ന് പേരിടുന്നത്? ഇവനൊക്കെ പുരുഷനൊക്കെ ആരുടെ പേരിടുന്നത്? എനിക്ക് ഈ പുരുഷമാമനെ ചെറുതായിട്ടൊരു പേടിയുണ്ട്. കാരണം ഈ പുരുഷമാമ ഇവിടെ വന്നപ്പോ പറഞ്ഞായിരുന്നു അച്ഛന്റെ അടുത്ത്, നീ ചത്താലും നിന്റെ പൊടി പോലും വെച്ചേക്കത്തില്ലെന്ന്. അങ്ങനെ പറഞ്ഞു? പുരുഷന്റെ നമ്പർ പറയടാ, ഞാൻ വിളിക്കാം. 70 34 91 43 74. ഓ, സ്പീഡിലുള്ള പറച്ചില് കേട്ടാ തോന്നൂലോടാ അച്ഛന്റെ അസ്ഥിക്കൂടെ നീ എടുത്ത് കൊടുത്തു വിട്ട കണക്ക്. ഹലോ, പുരുഷല്ലേ? നമ്മുടെ വേണു സാറിന്റെ അസ്ഥിക്കുടമില്ലേ കുടുംബത്തെ? അത് എടുത്തോണ്ട് പോയായിരുന്നോ? വേണു സാറിന്റെ കുടമില്ലേ? കുടം. വേണു സാറിന്റെ കുടമില്ലേ? കുടം. ഇവൻ എപ്പോഴും ഇതേ ഉള്ളായിരുന്നു. ഇത് കുടം എന്ന് പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? ആള് വേറൊരു തിരക്കിൽ നിൽക്കാൻ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു. കട്ടായി. ഒരു കാര്യം ഞാൻ ചെയ്യുമോ? എന്റെ അച്ഛൻ ഒരു പോലീസുകാരനല്ലേ? അച്ഛന്റെ ചെറിയ ഒരു കഴിവൊക്കെ എനിക്കുണ്ട്. ഞാനും SI ടെസ്റ്റ് എടുത്തിട്ട് നിൽക്കുകയാണ്. അങ്ങോട്ട് വാ. ഈ നിയമം വെച്ച് നോക്കുവാണെങ്കിൽ നിന്റെ സുപ്പീരിയർ ഓഫീസറാണ് ഞാൻ. അപ്പൊ ഒരാളുടെ മുമ്പ് വെച്ചാണ് ഇത് പറയേണ്ടത്. മാറ്റി അതിൻ്റെതായ ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുമ്പ് വെച്ച് പറയണം. കാണാതെ അതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ. ഇവിടെ പോയത് കുടമാണല്ലോ. അപ്പൊ നമുക്ക് കുന്തത്തിൽ തപ്പിയാലോ? എന്താ പുള്ളി പറഞ്ഞത്? കുന്തം വെച്ചുള്ള കളിയാണ്. കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ മരിച്ചിട്ട് 16 ആയുള്ളൂ, പ്രജ്ഞ കിട്ടിയിട്ടില്ല. അമ്മ, അത് മാത്രമല്ല, ഇപ്പൊ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാലേ കുടുംബത്തിന് ദോഷം ഉണ്ടാവും മാമ. ദോഷം വരാൻ സാധ്യത ഉണ്ട്. എന്റെ കയ്യിൽ ഒരു ജോത്സ്യനുണ്ട്. നല്ല ജോത്സ്യനാണ്. ജോത്സ്യം വല്ലതും പറയൂ. പൈസ കൊടുത്തില്ലെങ്കിൽ പച്ചയ്ക്ക് പറയും. അല്ല, അങ്ങനെയാണെങ്കിലേ എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്. എന്താണ്? എന്റെ മാമനും മാമിയും മുഖത്തോട് മുഖം കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പുമാണ്. അതൊക്കെ നീ എന്റെ അടുത്ത് പറയണ എന്തിനാ? വാവാ സുരേഷിനെ വിളിച്ച് പറ. ഇയാളാകുമ്പോഴേ ഈ കീരിയും പാമ്പിനെ കൂടെ എടുത്ത് ഒരു കൂട്ടിലാക്കി നേരെ കാട്ടിക്കൊണ്ട് കളയും. ഇതൊക്കെ നമ്മുടെ അടുത്ത് പറയേണ്ട കാര്യം തോന്നുന്നു. അതല്ല മാമ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിതാഭസ്മം കണ്ടില്ല എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ സൊസൈറ്റിയിൽ എന്ത് പറയും? ആദ്യം നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണ എടുക്കണം. എന്നിട്ട് 1 ലിറ്ററോ 2 ലിറ്ററോ നമുക്ക് ചോദിക്കാം. ഒരു അണ്ടാവ് ചോദിച്ചാൽ സൊസൈറ്റി തരില്ല. എന്തോന്ന്? അല്ല, സൊസൈറ്റി പോയി എന്ത് പറയുന്നു? അതല്ലോ മാമ, ഇത് കാണാനില്ലെന്ന് പറഞ്ഞ സമൂഹം എന്ത് പാടും? സമൂഹത്തിൽ നല്ലൊരു പാട്ടില്ലേ? തൂമഞ്ഞിൽ നെഞ്ചിലുറങ്ങും മുന്നാഴിക്കടല. മിസ്റ്റർ ഡ്രൈവർ, ഞാൻ ഊണ് കഴിച്ച ശേഷം എന്നെ വന്നൊന്ന് കാണണം കേട്ടോ. എന്തിനാ? എച്ചി കൈ കടിച്ചാലേ ഈ പാട്ടൊക്കെ മുന്നാഴി കടലേ. കടലല്ലടാ, ബിസ്ക്കറ്റ്. ഹലോ, ഇവിടെ ഉണ്ടെന്നാ? ഇവിടെ വീട്ടിലാ? ശരി മാമാ, ചിതാഭസ്മം എവിടെയും പോയിട്ടില്ല. ഇവിടെ ഉണ്ടെന്ന് നമ്മളെ സുരേഷ് വിളിച്ചു പറഞ്ഞു. എവിടെ ഉണ്ടെന്ന്? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എവിടെടാ? സുരേഷിന്റെ കൊച്ചേ കുടം എടുത്ത് ഈ കിളിക്കൂട്ടിൽ വെച്ച് മാമാ. ഇനി ഇതിനകത്ത് എന്റെ അച്ഛൻ ഉണ്ടാകുന്നോ? എന്റെ അച്ഛൻ ഇവിടെ. അയ്യോ അയ്യോ മാമ, എല്ലാ കിളി തിന്നു മാമ. ഒന്നുമില്ല മാമ, ഒന്നുമില്ല. ദൈവമേ, ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ സല്യൂട്ട് അടിച്ച ഒരു വ്യക്തിയാണ് കിളി തിന്നു വെച്ചേക്കുന്നേ. എന്തിനാ സ്വരാക്ഷരങ്ങൾ വെച്ച് കരയുന്ന? കണ്ടുപിടിക്കാന്ന്. എങ്ങനെയൊന്ന് കണ്ടുപിടിച്ചില്ല എന്റെ അച്ഛൻ ആരാണെന്ന്. എനിക്കറിയാം, ഞാൻ കണ്ടുപിടിച്ച്.
അതായത് ഇതിനകത്ത് ഒരു കിളി കുളിച്ചോണ്ടിരിക്കുന്നില്ലേ, ആ. അപ്പൊ അവന്റെ മേളിൽ ഇരുന്ന് കണ്ട് നോക്കുന്ന കിളിയില്ലേ, അതാണ് അവന്റെ അച്ഛൻ. അതെങ്ങനെ നിനക്കറിയാം? അവന്റെ അച്ഛൻ എപ്പോഴും കുളിക്കണവരാണെന്ന്. ആണല്ലേ? ആ അയ്യോ, ഏതെങ്കിലും കിളി ഒന്ന് വാതുറന്ന് പറ എന്റെ അച്ഛൻ ആരാണെന്ന്. എടാ, കിളി എങ്ങനെയാ വാ തുറന്ന് സംസാരിക്കുന്നത്? അയ്യോ, കിളി സംസാരിക്കുമെന്ന്. കിളിക്ക് വെമ്പായം കൊടുത്താ മതി. തലസ്ഥാന നഗരിയാണ് പെമ്പായം എന്ന് പറയുന്ന സ്ഥലം. ഒരു കൊച്ചു കിളിക്കെഴുതി കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. അതല്ല, ഈ കൊച്ചുങ്ങൾ സംസാരിക്കുമ്പോൾ ഉരച്ചു കൊടുക്കൂല ഒരു സാധനം. എടാ, ഭയപ്പല്ലേടാ കാല. അതെ. നിനക്ക് മാമാ, എന്റെ കൊച്ചിനെ കണ്ടുപിടിച്ചോ മാമാ. നീ കിടന്ന് കരയേണ്ട, പ്രശ്നം പരിഹരിക്കാം. അമ്മയുടെ ഫോട്ടോ വല്ലതും ഇരിപ്പുണ്ടോ? അമ്മയുടെ ഫോട്ടോ, എന്റെ അമ്മയുടെ ഫോട്ടോ. സ്നേഹമുള്ള മകനാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, ചില കേസുകളിൽ മാത്രമേ ഇത് ഞാൻ ചെയ്യാറുള്ളൂ. ദാ ഒരു കിളി വാലും ചുരുട്ടി ഓടണ കണ്ടാടാ, അങ്ങോട്ട് ഓടണ കണ്ടാടാ. അതാണ് നിന്റെ അച്ഛൻ. അതെങ്ങനെ മനസ്സിലായി? എടാ, നിന്റെ അമ്മയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ വാലും പൊക്കി ഓടണമെങ്കിൽ അത് നിന്റെ അച്ഛൻ. എനിക്ക് എന്റെ അച്ഛനെ അത് ഉറപ്പാണ്. എനിക്ക് എന്റെ അച്ഛനെ കണ്ടുപിടിച്ചതാ. ഇവിടെ കണ്ടുപിടിച്ചതാന്ന് ഇതും പറഞ്ഞിട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിന്റെ അച്ഛന് ഇഷ്ടമുള്ള എന്തെങ്കിലും ചേഷ്ടകൾ നീ കാണിക്ക്. അപ്പോഴറിയാലോ, ആ കിളികൾ ശ്രദ്ധിക്കും. അച്ഛന് ഇഷ്ടമുള്ളന്ന് പറഞ്ഞാൽ ഞാൻ കവിത പാടും. എന്നാ അച്ഛൻ ഇഷ്ടമുള്ള ഒരു കവിത പാടണ ഇവിടെ. എനിക്ക് അച്ഛൻ അറിയാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? പാട് പാട് എന്റെ അച്ഛൻ പറയണേ. പാടടാ. ഇടക്കിടക്ക് കടക്കൽ പോകും മണുക്കും മാമന്റെ മോനെ, നിന്റെ കാലിന്റെ മുട്ടില് ചിരട്ടയുണ്ടെങ്കിൽ എനിക്ക് എന്താടാ ഖേദം. വഴങ്ങി നിൽക്കും വഴമ്പ് തത്ത, വഴമ്പ് തിന്നുന്നതെന്തേ. ഇടക്കിടക്ക് കടക്കൽ പോകും മണുക്കും മാമന്റെ മോനെ, മണുക്കും മാമന്റെ മോനെ. ഈ കവിത ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് എൻ്റെ അച്ഛൻ്റെ ഹെഡ്സെറ്റിൽ വെച്ച് കൊടുപ്പിച്ചപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയത്. ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, വിഷം കൊടുത്ത് കൊല്ലുന്ന കണ്ടിട്ടുണ്ട്. ഇതിപ്പോ കവിത കേൾപ്പിച്ച് കൊല്ലൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സെക്ഷനിൽ പെടുത്തും നമ്മൾ? ഈ കവിത ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ വരത്തില്ലായിരുന്നു വണ്ടിയും കൊണ്ട്. എനിക്ക് ഇൻഷുറൻസ് ഇല്ല. മാമ, ഇത്രയും നല്ല കവിത ഞാൻ പാടിയിട്ട് ഈ സമൂഹം എനിക്കൊരു തൂലിക നാമം തന്നില്ല മാമ. നിനക്ക് ഞാൻ ഇന്നൊരു തൂലിക നാമം തരാം. പറ മാമ. തന്തേ കൊല്ലി. അല്ലാതെ അപ്പുറം എന്തോ പറയാൻ പറ്റുമോ നിനക്ക്? മാമ, അങ്ങനെയൊന്നും പറയണ്ട. എന്ത്? പൃഥ്വിരാജിന്റെ ലൂസിഫർ ലീപ് കവിത വേണമെന്ന് പറഞ്ഞായിരുന്നു. ഓ, അതിലുണ്ട്. കാരണം എന്താണെന്നറിയാം, അതിലൊരു സീനിൽ ഒരു കാർ ബോംബ് വെച്ച് പൊട്ടിക്കുന്ന സീനുണ്ട്. ആ സീനിന് വേണ്ടിയിട്ടായിരിക്കും അതെന്തിനാ എന്റെ കവിത? നിന്റെ കവിത ആ കാറിൽ ഇട്ടാ മതി. മാമൻ പോ. ഇതിനകത്ത് ഏതാണ് എന്റെ അച്ഛനെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എല്ലാ കിളികളെ കൊണ്ട് ഗംഗയെ കൊണ്ടുവച്ച് അങ്ങ് ഒഴുക്കാം. ഓടാണെന്ന്. എടാ, നിന്റെ അച്ഛന്റെ പേരിൽ ഈ പാവപ്പെട്ട കിളി എന്തിനാ ഗംഗ ഒഴുക്കുന്നത്? എടാ, ഗംഗ ഒഴുക്കാനുള്ളത് നിന്റെ ഈ ഉണക്ക കവിത ഈ കുടത്തിനകത്ത് കൊണ്ടുപോയി ഒഴുക്കണം. എക്സാക്ട്ലി. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പോരാ, അത്യുഗ്രൻ. നല്ലൊരു കൈഡി. ഓ, കിടിലോസ്കി. വിജുക്കുട്ടൻ ചേട്ടാ, തുടങ്ങിക്കോ. സെൽവ, ശംഭു, ശ്യാം, ഒരു രക്ഷയില്ലട്ടാ, കിടില സാധനം. അമ്മോ, ആദ്യമേ തുടങ്ങി അവസാനം വരെ ഇങ്ങനെ മാലപ്പടക്കം പൊട്ടണ കൂട്ട് തന്നെയായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. 3 പേരും പൊളിച്ച്. എനിക്ക് ഈ സെൽവൻ, നമ്മളൊക്കെ നേരത്തെയൊക്കെ സ്കിറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആ സമയത്തിന് കൗണ്ടർ അടിച്ചില്ലെങ്കിൽ അത് ഏക്കില്ല എന്ന് പറയും. പക്ഷേ സെൽവൻ്റെ കേസ് അങ്ങനെയല്ലട്ടാ, നേരെ തിരിച്ചാണ്. കാരണം ഒരു കാര്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് ഒന്ന് നടന്നിട്ട് റിയാക്ട് ചെയ്തിട്ടേ അതിന്റെ കൗണ്ടർ പറയുള്ളൂ. അത് എനിക്ക് തോന്നുന്നു 100 അല്ല 200 മടക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വെമ്പായം എഴുതി കൊടുക്കണത് തലസ്ഥാന നഗരിയാണ്. ഒരു കൊച്ചു കിളിക്കൊക്കെ എഴുതി. അത് എത്രയോ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞതെന്നറിയാമോ? കുറേ നടന്ന്, കുറേ സ്റ്റെപ്പ് നടന്ന് ചിന്തിച്ച് എട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ ആദ്യം കരുതുന്നത് കറക്റ്റ് ടൈമിൽ അടിച്ചില്ലെങ്കിൽ അത് പോകും. അതൊന്നും അല്ലട്ടോ നമ്മളെ പഠിപ്പിച്ചെന്ന്. നിങ്ങള് ബെസ്റ്റ് ആയിരുന്നു, അടിപൊളി, സൂപ്പർ. താങ്ക് യു ചേട്ടാ. കീലിക്കട്ടൻ. ഷാജൻ ചേട്ടാ. സെൽവ, ശംഭു, ശ്യാമേ, ഐ ലവ് യു ഓൾ. ഗംഭീര സ്കിറ്റായിരുന്നു.
ഗംഭീര സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിളിക്കൂട് വെച്ചിട്ട് ഇത് ആരുടെ തലയിൽ വന്നൊരു ഐഡിയ, അതൊന്ന് പറയൂ. ആരുടെ തലയിൽ വന്നൊരു ഐഡിയ ഇങ്ങനൊരു സാധനം വെച്ചിട്ട്? എല്ലാരും കൂടി ഉള്ള ചർച്ചയിൽ നിന്ന്. ഓ, എന്നാലും ഒരാൾക്ക് തോന്നണമല്ലോ, നമ്മൾ ഈ ഒരു സാധനം ഈ കിളിക്കൂടിനകത്ത് കൊണ്ട് നമുക്ക് അവിടെ കൊണ്ട് വെക്കാം, എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് പിടിക്കാം. കിളിക്കൂടിന്റെ അകത്ത് ഓൾറെഡി ഒരു കുടം ഉണ്ടല്ലോ, അതാണ് കാര്യം. നമ്മൾ കിളിക്കൂടിനകത്ത് അത് ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല. അപ്പൊ ഇങ്ങനൊരു സാധനം വരുന്നു, അങ്ങോട്ടൊരു ആംബുലൻസ് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ ശ്യാമെ പൊളിയായിരുന്നു കേട്ടോ. ശ്യാം ഇന്ന് ആടിച്ച സാധനങ്ങളെല്ലാം ഉഗ്ര സാധനമായിരുന്നു. ഗംഭീര സ്കിറ്റായിരുന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമ്മൾ ചിന്തിക്കാത്ത ലെവലിലുള്ള കൗണ്ടറുകളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഉഗ്രം പെർഫോമൻസ്. 3 പേരും കൊതി കിട്ടാതിരിക്കട്ടെ. ഇനി ഗംഭീര സ്കിറ്റുകളുമായിട്ട് വരട്ടെ. നിങ്ങൾ ഇന്നും ഇവിടെ നിൽക്കേണ്ട ആളുകളെ അല്ല, ഇവിടെ ഉണ്ടാവണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ 3 പേരും, ഒരുപാട് പേര് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളുകളെ അല്ല, ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജു ചേട്ടാ. നസീർക്ക, സത്യത്തിൽ ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ് കേട്ടോ. നമ്മളെ ഈ വേദിയിൽ ഇത് ഐറ്റം വേറെയിൽ വരുന്ന സബ്ജക്റ്റുകളെല്ലാം പുതുമയുള്ളതാണ്. സത്യം സത്യം. അതൊരു ഭയങ്കര ഗുണം തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങളെടുക്കുന്ന സ്ട്രെയിന്, ആ സാധനം ഇവിടെ കളിച്ച് വിജയിപ്പിക്കാൻ എടുക്കുന്ന ഒരു പെയിന് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഷോയുടെ ഒരു ഗുണങ്ങളാണ് നിങ്ങളെല്ലാവരും. അല്ലാതെ പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം എല്ലാം ഓരോ സ്കിറ്റുകളും നമ്മൾ എടുത്തു നോക്കിക്കോ, എല്ലാത്തിലും അതൊരു വാശിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ളൊരു മത്സരമാണ് സത്യത്തിൽ നടക്കുന്നത്. അതിൽ ഞങ്ങൾ ഞെട്ടിപ്പോവുകയാണ്, ഞങ്ങൾ ഇരിക്കുന്നവർ ഞെട്ടിപ്പോവുക. കാര്യം നമ്മളെല്ലാം പുതിയത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക, കൗണ്ടറുകൾ ഉൾപ്പെടെ. ആ കാര്യത്തിൽ നിങ്ങൾ 3 പേരെയും സമ്മതിച്ചു തന്നിരിക്കുന്നു ഈ ഒരു സ്കിറ്റ് കേട്ടോ. ഇത് നിസ്സാരം ആ ഒരു കിളിക്കൂട് വെച്ചുകൊണ്ടുള്ളൊരു കളിയാണ്. ഇതൊന്നും ഒരുപാട് ആലോചിച്ചോ ചിന്തിച്ചോ കുറേ ദിവസങ്ങളെടുത്തോ എഴുതി ഉണ്ടാക്കിയൊരു സാധനമേ അല്ലെന്നറിയാം. ഈ ചുരുങ്ങിയ സമയങ്ങൾ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ അത്രയും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കിടുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള നമ്മുടെ ഗ്രൂമേഴ്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം നിങ്ങളിൽ വേദിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഗുണം. ഇനി ഒരുപാടൊന്നും പറയുന്നില്ല, കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ച് കഴിഞ്ഞു. എന്തായാലും ഇതുപോലുള്ളതുമായി ഇനിയും നിങ്ങൾ തന്നെ വരിക മുമ്പോട്ട്. നിങ്ങൾ തന്നെയല്ല, നമ്മുടെ ടീമുകളെല്ലാവരും. അപ്പം നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മൾ പല ചിതാഭസ്മം ഒടുക്കാൻ മറന്നു പോണ്, വെച്ച് മറന്നു പോണ, പക്ഷെ കിളി കൊത്തി തിന്നണത് ഞാൻ ആദ്യമായിട്ട് കേട്ട. അതും ലവ് ബേർഡ്സ്. ഓക്കെ, അപ്പം കയ്യോടെ മാർക്ക് കൊടുക്കുക ഷാജു ചേട്ടാ. ഞാൻ ഇവർക്കൊരു 13 മാർക്സ്, 13,000 രൂപ. 13,000 രൂപ. ഓക്കെ, നസീർക്ക. ഞാൻ 1000 രൂപ കൂടെ കൂടുതൽ കൊടുക്കാം, 14,000 രൂപ കൊടുക്കാം. ടോട്ടൽ 27,000 ആയിട്ടുണ്ട്. ബാക്കി ഞാൻ വിട്ടിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ഓക്കെ, 75,000 രൂപ. സിൽവർ പഞ്ച്, ടീം എസിന്റെ ആദ്യത്തെ സിൽവർ പഞ്ച്. അടിപൊളി അടിപൊളി, എല്ലാം കൊണ്ടും കിടിലൻ സ്കിറ്റ്. വെറുതെ നിന്ന സമയത്ത് ശ്യാം ഇട്ട എക്സ്പ്രഷൻസ് വരെ ഹിറ്റാ. ഇനി ഇതേപോലെ ഒരുപാട് 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 അടിപൊളി സ്കിറ്റുമായിട്ട് വാ ജയ് ജിൻജോ. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീമിനെ വിളിക്കാൻ പോവാണ്. വിളിച്ചോ. മനോജ് ചേട്ടൻ, ആ, അജയ് ചേട്ടൻ ആൻഡ് അനീഷ് ചേട്ടൻ. ആഹാ, പൊളിക്കും പൊളിക്കും. വൃത്തിയുടെ കാര്യത്തിൽ ഈ നാട്ടിൽ എന്റെ കട കഴിഞ്ഞിട്ടേ മറ്റൊരു കടയുള്ളു. ആ സാറേ, ഇല്ല സാറേ, കഴിഞ്ഞില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് വൈകിട്ടാണ് റിപ്പോർട്ട് സാറേ. തരാം. ഇല്ല, ഞങ്ങൾ ഊണ് പോലും കഴിക്കാതെ പണിയെടുക്കും സാറേ. ഓക്കെ സാർ, ശരി. ഓ എൻ്റെ ദൈവമേ, ഓഫീസിൽ കയറി ഫാൻ്റെ ചോട്ടി ഇരിക്കുന്നവനെ ആജ്ഞാപിച്ചാൽ മതി. ബാക്കിയുള്ളവൻ്റെ പണിയെടുത്ത് നടുവൊടിഞ്ഞ് വിശക്കുകയും ചെയ്യുന്നു. ചേട്ടാ, ഇവിടെ ഹോട്ടൽ വല്ലതും ഉണ്ടോ ചേട്ടാ? അവിടെ ഹോട്ടലുണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഈ ഭാഗത്തൊരു ബുക്കുകളുണ്ട്. അതല്ലെന്ന്, ഈ പരിസരത്ത് വല്ലതും ഹോട്ടലുണ്ടോന്ന് വിശന്നിട്ട് ഊണ് കഴിക്കാനായിട്ട്. വിശന്നിട്ടാന്നോ? ആ. പിന്നെ അതങ്ങ് പറഞ്ഞാ പോരായോ? എന്തുവാ? അതിന് നമുക്കില്ലേ ഇവിടെ പരിഹാരം? എന്താ പരിഹാരം? നല്ല ചായ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ വന്നപ്പോഴേ കണ്ടായിരുന്നു. എന്നതാ? തമിഴ്നാട്ടിൽ ടി രാജേന്ദ്രന് നല്ല ചായ ഉണ്ട്. എന്റെ മുഖച്ചായയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഇവിടെ കുടിക്കാൻ നല്ല ചായ ഉണ്ടെന്ന്. എന്നാ ഒരു ചായ തായിട്ടാ. വിശന്നിട്ടേ രാവിലെ മുതൽ ജോലി എടുത്തേ മനുഷ്യന്റെ നടുവൊടിഞ്ഞ് വിശപ്പേ. നല്ല ചൂടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? പിന്നെ കൊണ്ടുവാ, ചൂട് ചായ കുടിക്കാനാ നല്ലത്. ഓ, ഭയങ്കര ചൂടാണല്ലോ. ഇച്ചിരി ചൂട് കൂടുതലാ അത്. അത് ഊതി വീർപ്പിക്കോ ഇന്ന്? അല്ല, ചൂട് കാരണമേ. വേറെന്തോണ്ട്? വേറെ
വേറെ നല്ല വണ്ണമുണ്ട് കേട്ടോ. അത് ഈ ചീത്ത കൊളസ്ട്രോളിന്റെ രാവിലെ പോയിട്ട് ഓടിയാ മതി, കുറയും. എന്നത് നല്ല വണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. വണ്ണം ഉണ്ടെന്നാണോ പറഞ്ഞത്? പിന്നെ കഴിക്കാൻ നല്ല വണ്ണുണ്ടെന്ന്. എന്നാ ഒരു വണ്ണെടുത്താണേ വിശന്നിട്ട് കണ്ണും തലയും കറങ്ങാൻ പാടില്ല. നല്ല വണ്ണ അത്. കൊള്ളാമോ ഇത്? പിന്നെ ഇന്ന് വന്നേ ഇതിന്റെ എക്സ്പയറി ഒന്നും കഴിഞ്ഞല്ലോ. എക്സ്പയറി ഒന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല. നല്ല വണ്ണ ഇത്. കൊണ്ടൊന്നും ഇവിടുത്തെ സാധനം ഇല്ല ഇവിടെ. രാവിലെ ഇറങ്ങിയ കേട്ടാ. നമ്മുടെ ഈ കഷ്ടപ്പാടേ ഇവന്മാർക്ക് അറിയത്തില്ലല്ലോ. അയ്യോ, എന്നെക്കാട്ടി വിശപ്പാണല്ലോ നിങ്ങളുടെ ബണ്ണിന്. എന്നെ ചായ മൊത്തം അവനെ കുടിച്ചെന്ന്. എവിടുന്ന് വരുവാ? അയ്യോ, ഞാൻ PWD വരുവാ. ഓ, പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആ നിങ്ങൾക്ക് പ്ലേറ്റ് കഴുകി തരാൻ വന്നേ. പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. എന്നാ ഇവിടെ പിടി പിടി. ആണോ മതിയോ? ഓട്ടത് ഇവിടെ പോണോ? പിടിച്ചോ പിടിച്ചോ. ഓ, ഇവിടെ മതിയെന്ന്. ഇവിടെ ഓക്കെ. 95 വിട്ടേരും. ഇതൊക്കെ പോട്ടെ. ഇത് എന്നോത്തിരി അളവെടുത്തേക്കുന്നത്? ഞാനേ അളവെടുത്തിട്ട് ഈ റോഡിലൊരു പാന്റ് ഷർട്ടൂടെ തയ്ച്ചിടാനായിട്ട് തുടങ്ങുന്നത്. അത് ശരി. മിച്ചം തുണി ഉണ്ടെങ്കിലേ എനിക്കൊരു നിക്കറും കൂടെ തയ്ക്കും. ഇവിടെ പോണോ? ഇവിടുന്ന് താൻ ഏത് ലോകത്താണോ ജീവിക്കുന്നത്? താൻ സംഭവം പറഞ്ഞില്ലേ? ഇല്ല. 6 വരിയാകുവാ. ആണോ? എന്നാ 2 വരി ഒന്ന് പാടാവോ? കൈതപ്പുറത്തിന്റെ വേണോ വയലാറിന്റെ വേണോ? കൈതപ്പുറത്തിന്റെ തന്നെ ആയിക്കോട്ടെ. പാട്ടിന്റെ വരിയുടെ കാര്യമല്ല പറഞ്ഞത്. എടോ 6 വരി എന്ന് പറഞ്ഞാൽ ഇവിടെ 6 വരി പാതയാകാൻ പോവാ ഈ റോഡ്. എടോ ഇവിടെ 3 വരി വരും, അങ്ങേ സൈഡിൽ 3 വരി വരും, മൊത്തം 6 വരി പാതയാവാൻ പോവാ. അതിന് അളവെടുക്കാൻ വന്നില്ലേ ഞാൻ? എന്നാ ഞാൻ പൊളിക്കും. ഇവിടെ 3 വരി, അവിടെ 3 വരി. അപ്പൊ നടുക്കെന്റെ കട 2 സൈഡിൽ നിന്നുള്ള കച്ചവടം ഞാൻ ഇങ്ങോട്ട് പിടിക്കും. അയ്യോ, 2 സൈഡിലല്ല കച്ചവടക്കാരും. ഇവിടെ റോഡിന് വീതി കൂട്ടുമ്പോ തന്റെ കടയൊക്കെ ഞങ്ങൾ പൊളിച്ചു കളയും. എന്തോന്ന്? തന്റെ കടയൊക്കെ ഞങ്ങൾ പൊളിച്ചു കളയുമെന്ന്. എന്താ നോക്കുന്നേ? ഞാൻ കൊറേ നേരം കൊണ്ട് നോക്കുക. ഈ വായി ഇത് എവിടാ? എന്തായാലും പല്ലി കാണിക്കുക. എന്റെ പൊന്ന് സാറേ, ഒരു 10-15 കൊല്ലമായത് ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് ഇത് അളഞ്ഞു വിളിച്ച് താഴെ വീണില്ലോടാ ഈ പഴക്കൊല. മഴക്കൊലയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഈ കടയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് അങ്ങനെ ഒന്നും ഇവിടുന്ന് പൊളിച്ചു മാറ്റാൻ ഒക്കുകയല്ല. അതിന്റെ കാര്യം എന്താ? ഇതിന്റെ വേറെ ഇറങ്ങി നിൽക്കുവാണോ? ഇറങ്ങിയിട്ടാണോ ഈ സിറ്റിയിലെ ചോദിക്കാനും പറയാനും ഒരാളുണ്ട് ഇവിടെ. അയ്യോ, അതാരാണ്? ഞാൻ അറിയാത്ത ഒരാള്. ഇടിവെട്ട് സത്യം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നത്? ഇടിവെട്ട് സദ്യ. ഇടിവെട്ട് സത്യം എന്നാണ് പറഞ്ഞത്. പിന്നെ ഇടിവെട്ട് സത്യൻ അതാരാ? അവനാണ് ഈ കവല ഭരിക്കുന്നത്. ഏതായാലും ഞാൻ എന്റെ പണി ചെയ്യാൻ വന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പണി ചെയ്യും. ഏതവനാന്ന് പറഞ്ഞാലും വീതി കൂട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ റോഡിന് വീതി കൂട്ടിയിരിക്കും. വീതി കൂടുമല്ല ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇയാളുടെ വീതി കുറയാനാ പോകുന്നത്. അവനെ സേലം മാങ്ങ പൂളുന്ന പോലെ പൂളിക്കളയോ. അയ്യോ, അങ്ങനെ പൂളുവാണല്ലേ? ഉപ്പും മുളക് പൊടി ഇടലെന്ന് പറയണേ. എനിക്ക് നീറ് പോടാ. കണ്ട സത്യം ആര് വന്നാലും എനിക്കെന്തോട് ഇടിവെട്ട് സത്യം. എന്താ വിളിച്ചത്? സത്യ, നീ ഇതൊന്നും കാണുന്നില്ലടാ. ഇത് കാണിക്കാനാണ് എന്നെ വിളിച്ചത്. എന്താ കാര്യം പറ. സത്യ, സത്യം പറഞ്ഞ ആകാശദൂത് സിനിമ കണ്ട് കരഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇമോഷണൽ സീൻ കണ്ട് കരയുന്നത് ഞാൻ ആദ്യമായിട്ടാ. എന്താ കാണിക്കുവാടാ സത്യ? മീശയിലെ കണ്ണീര് കുടഞ്ഞു കളഞ്ഞതാ. കാര്യം പറ. എടാ സത്യ, നമ്മുടെ കടയെല്ലാം പൊളിച്ച് കളയാൻ പോവാടാ. ആര്? ഈ നിൽക്കുന്ന സാറ്. സാറേ, സാറിന് തെറ്റി. എനിക്കല്ല, നിങ്ങൾക്കാ വന്നപ്പോ തെറ്റിയത്. മല നടിച്ച് വീണില്ലേ ഇവിടെ? അതല്ലെന്ന്, സാറ് വന്ന സ്ഥലം തെറ്റിന്ന്. എന്നാ കാര്യം? ഇതെന്താ കയ്യിരിക്കുന്നത്? ഇത് ടേപ്പ്. എന്നാ അടിച്ചുപൊളി പാട്ടിട്ടാ ജുംബലക്കാന്നുള്ള പേട്ട. ഇത് പാട്ടിടുന്ന ടേപ്പല്ല, ഇത് അളക്കുന്ന ടേപ്പാ. ഇത് നീ അപ്പൊ എന്നെ അളക്കാൻ വന്നില്ലടാ. നിങ്ങളെ അളക്കാനല്ല, ഈ റോഡ് അളന്ന് ഇതിന്റെ വീതി കൂട്ടി ഇവിടെ വികസനം നടത്താനായിട്ടാ. ഇവിടെ വികസനം വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിന്റെ കാര്യം? എനിക്ക് ഭയങ്കര കുശുമ്പാ. എന്തൊരു കുശുമ്പനാണോ ഇയാള്? താൻ എന്തൊക്കെ കുശുമ്പെടുത്തിരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ റോഡിന് വീതി കൂട്ടും. താനാരാണോ ഇതൊക്കെ ചോദിക്കാനെ കൊണ്ട്? എടാ, ജീവപര്യന്തത്തിന് അകത്തായിട്ടേ 1.5 മാസം കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയവനാ. അയ്യോ, ജീവപര്യന്തം 12 കൊല്ലമില്ലേ? അപ്പൊ ഈ 1.5 മാസം പെട്ടെന്ന് ഇറങ്ങാനായിട്ട് ഇത്ര പിടിപാടൊക്കെ ഉള്ള ആളാണോ? ഇല്ല, എനിക്ക് അവിടെ ചെന്നപ്പോ പനി പിടിച്ചു. ഞാൻ പറയാം എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞ് വീട്ടിൽ പോയി കളാൻ പറഞ്ഞു. എന്തിനാ അയാൾ ജയിലിൽ കിടന്നത്? ചിരിച്ചാനും പിടിച്ചകത്തിട്ടാണോ? അതല്ലെന്ന്. പിന്നെ എടാ, 95-ൽ വട്ടക്കുളഞ്ഞി ജംഗ്ഷനിൽ വെച്ച് 3 പേരെ വെട്ടിക്കൊന്ന സംഭവം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ കൊന്നത് ആരാവനാടാ? എനിക്കറിയത്തില്ല ചേട്ടാ. എനിക്കും അറിയത്തില്ല. എന്നെ അതൊന്നും പറഞ്ഞോ പിടിച്ചകത്തിട്ടത്. ഞാൻ എന്റെ പണി എടുക്കട്ടെ. എന്റെ ചുമ്മാ കിടന്നും എന്റെ എടുക്കരുത് കേട്ടോ. നീ പണി ചെയ്യും. ഞാൻ പണി ചെയ്യും. ചെയ്യണോ? അല്ലേലും ഞാൻ നമ്മുടെ നാട്ടിലൊരു വികസനം വന്നു കഴിഞ്ഞാണല്ലോ, ഇതുപോലെ ആരെങ്കിലും കാണും അത് കാലം പൊക്കി തടയാനായിട്ട്. ഇവന്മാർക്കൊക്കെ ഒരു പണിയില്ലോ ഇവനൊന്നും. കുറച്ചേരം ഈ കാല് കെട്ടിട്ടെ, അല്ലെങ്കിൽ നീ ഈഗോ അടിക്കുന്നു. തൊമ്മിച്ചായോ? നീ ഓടുന്നു. തൊമ്മിച്ചായ നീ ഓടാ അവിടുന്ന്. നീ തന്നെ പോയി കളിച്ചില്ല, എന്നെ കൂട്ടിയില്ല. ഞാൻ കളിച്ചല്ലെന്ന്. ഇവനെന്നെ നടക്കാൻ ശ്രമിച്ചാ, പക്ഷേ നടന്നില്ല. ഞാൻ കണ്ടായിരുന്നു ഞോണ്ടി നടക്കുന്നത്. സാറേ ഇവിടെ ഇല്ല, കഴിയില്ല സാറേ. ഇവിടെ 2 പേര് തടസ്സവാ അളക്കാൻ സമ്മതിക്കാതെ.
പോലീസിലോ വിളിക്കണോ? അല്ല വേണ്ട, തൽക്കാലം പോലീസ് വേണ്ട സാറേ. ഒരു ചൂരവടി തന്നു വിട്ടാൽ ഞാൻ തന്നെ റെഡിയായിക്കോളാം. പോലീസിനെ കൊണ്ടുവന്ന് എന്നെ അങ്ങ് വരട്ടാന്ന് വിചാരിച്ചില്ലടാ. ഇപ്പൊ ഞാൻ പോലീസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോലീസ് വന്നാൽ പോലീസ് നിന്നെ എടുത്ത് അകത്തിടുവേ. ഉമ്മിച്ചായോ എന്തോ എന്താ ഈ ജയില്? 5-6 കമ്പി ഇങ്ങനെ വെച്ചിട്ട് ക്രോസ് ഒരു കമ്പി പോകുന്നതാണ് ഈ ജയിൽ. അതെനിക്കറിയാം. ഞാൻ എത്ര ജയിൽ കണ്ടിട്ടൊന്നും ഇവരോട് പറഞ്ഞു കൊടുക്കണം. സാറേ, എന്തുവാ സത്യനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. കൊച്ചാക്കാനായിട്ട് ഇവൻ വെറും സത്യനില്ല, അല്ലാതെ VP സത്യനൊന്നും അല്ലല്ലോ. ആ സത്യന്റെ കാര്യമാണോ പറഞ്ഞത്? ഇത്? അവനെ കുഞ്ഞായി കാണണ്ടെന്ന്. അതെന്താ? സത്യന് ജയിലൊക്കെ വീട് പോലാ. അപ്പൊ ഇവന് വീട്ടിൽ നിന്ന് വീട് കിട്ടുവാടാ നിനക്ക്? സത്യ പുള്ളിക്ക് നിന്നെ നേരത്തെ അറിയാൻ തോന്നറാ. എന്തോ ഇതെന്താ കാണിക്കും ഇത്? എനിക്ക് എന്തോലും ഇത് ചെയ്യലോടാ. എന്നാ പിന്നെ ഇയാൾ പണി വല്ലതും ചെയ്യണു. പണിക്ക് പോയിക്കഴിഞ്ഞു ഇതാര് ചെയ്യൂടാ? ഞാനിത് ചെയ്തോണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഈ കടം പൊളിക്കും, ഈ കലിപ്പ് പൊളിച്ചു കളയും. ഞാൻ എന്റെ പണിക്കറ തടസ്സം നിൽക്കരുതുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് ഞാൻ കാണിച്ചതാടാ. എന്തോ സത്യ കത്തി എടുക്കരുത്. സത്യ കത്തി എടുക്കരുത്. അയ്യോ കത്തി എടുത്തില്ലായിരുന്നു. ചമ്മി പോയി. ഇനി എന്തോ നീ ഇവിടെ 10 മിനിറ്റ് ഇരിക്കാവോ? എന്തിന്? ഞാൻ വീട്ടിൽ പോയി കത്തി ഈ എടുത്തിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കൂടെ വന്ന കുത്തു വാങ്ങിച്ചാലും ഇവിടെ വരില്ല. പെണ്ണുമ്പുള്ള വീട്ടിൽ വിഷയം. PT വിഷയാന്നു. വീട്ടിൽ വിഷയമല്ല, വീട്ടിൽ വിഷയമാണ്. നീ എങ്ങനെ കുത്തുവാ? നീ ചമ്മിപ്പോയി. നീ ചമ്മിപ്പോയി. ഉമ്മിച്ചായോ ആ കത്തി കഴിഞ്ഞിട്ടാ. കത്തിയുടെ വാടക തരണ്ടായിട്ട് വരും. ഞാൻ സംസ്ഥാന കലോത്സവത്തിന് ടാവള കളിക്കാൻ പോകാൻ വാടകയ്ക്ക് ചോദിച്ചല്ല, ഇതിനെ കുത്താൻ വേണ്ടിയാ. ആന്നോ? എടാ, എടാ, സത്യ വേണ്ടെന്ന്. സത്യ വേണ്ട. എടാ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ ഇരിക്കട്ടെ, എന്റെ ഇരിക്കട്ടെ. അടിപൊളി കത്തിയാ, സൂപ്പർ സാധനം. നീ എന്താണ് കുത്താത്ത? നീ എന്താ പൊളിക്കാത്തെ? ഞാൻ ഇപ്പൊ പൊളിക്കും. പൊളിക്കില്ലടാ. ഒരു കഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സംഭവിക്കില്ല. സത്യം മാഷിഞ്ഞു വന്നേ. പറഞ്ഞല്ലോ. എന്ത് സത്യം മാഷ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ കിടുക്കം വേറെ ഫിഗർ വല്ലതും ഉണ്ടോ? പ്രേംകുമാർ അടിപൊളിയായിട്ട്. നിന്റെ ഫിഗർ ഷോ കാണാൻ വന്നാന്ന് ഇത്? എടാ താൻ എന്തിനാണോ ഇങ്ങോട്ട് ഞാൻ കാര്യം പറയട്ടെ. നമ്മുടെ നാട്ടിൽ ഈ വികസനം കൊണ്ടുവരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് പറ. നിങ്ങൾ വിദേശ നാടുകളിലോട്ടും ചെന്ന് നോക്ക്. അമേരിക്ക, കാനഡ, സിംഗപ്പൂർ ഇവിടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റോഡിൽ ഇലയിട്ടിരുന്ന് ചോറിനാൻ പറ്റും. അവിടുത്തെ റോഡെല്ലാം ഡൈനിങ് ടേബിളിന്റെ പുറത്തുകൂടാണ് പണി വെച്ചേക്കുന്നത്. അതല്ലെന്ന്, അവിടെ അതുപോലെ വൃത്തിയും നല്ല സൗകര്യത്തിലാണ് റോഡ് പണിഞ്ഞേക്കുന്നത്. അതാണ് പറയുന്നത്, നമ്മൾ മലയാളികൾ പാശ്ചാത്യ സംസ്കാരത്തെ അടുത്ത് കാണാൻ ശ്രമിക്കണം. അടുത്ത് കാണുന്നുണ്ട്, 3 ഡിലീറ്റ് ചെയ്തിട്ടില്ല, കാണിക്കണം. ആചാര്യ സംസ്കാരം. നിന്റെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി വിദേശ സഞ്ചാരിയാണ്. ഇത് മാറാൻ എന്താ ചെയ്യേണ്ടത്? മൊബൈൽ അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി. സാറേ, ആ വളരെ സങ്കടം കൊണ്ട് ചോദിക്കുക. എന്തുവാടു? സത്യം ലെഫ്റ്റ് ആയ സ്ഥിതിക്ക് സാറിനെ അങ്ങ് അടിയിട്ടു. കോട്ടയിലുള്ള ഉദ്യോഗസ്ഥരെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ തനിക്ക് അങ്ങനെ ധൈര്യം വന്നോ? ക്ഷമിക്കണം സാർ. നമ്പർ ഒരു ലിങ്ക് അയച്ചാൽ മതി, ഞാൻ ജോയിൻ ചെയ്തോളാം. സാറ് ഇത് പൊളിക്കാൻ സമ്മതിക്കത്തില്ല, പൊളിക്കത്തുമില്ല. ഇനി വന്നേ, ഈ റോഡ് ഇവിടെ വീതി കൂട്ടുന്നോണ്ടുള്ള ഗുണഗണങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇനി വാ. തൊമ്മിച്ചായൻ ഇവിടെ അബദ്ധവശാലൊന്ന് വീണു, തല പൊട്ടി പൊളന്നു എന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ കുപ്പിച്ചില് കൊണ്ട് ഈ വയറ് കയറി കുടലും പണ്ടോ എല്ലാം വെളിയിൽ വന്നെന്ന് വിചാരിച്ചോ. ഇത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണോ? എന്നെ പ്രാഗ് വന്നു. അല്ല, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ എത്ര മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലെത്തും? ഏറെക്കുറെ ഒരു 4 മണിക്കൂർ. 4 മണിക്കൂർ. ഈ റോഡ് വീതി കൂടി കഴിഞ്ഞാലേ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിലെത്തും. 1.5 മണിക്കൂർ കൊണ്ട് മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഒരു പ്രയോജനമില്ല. 4-5 മണിക്കൂർ പോകും ഡോക്ടർമാർ നോക്കണമെങ്കിൽ. അപ്പോഴത്തേനും തൊമ്മിച്ചാൻ ചത്തു. ഈ പുള്ളിക്ക് ഒരു പണി. ഈ ലോകത്തുള്ള എല്ലാരും വീതി കൂട്ടാൻ സമ്മതിച്ചല്ലോ, നിങ്ങൾക്ക് മാത്രം എന്തോടെ കുഴപ്പം? എവിടെ വരലും വീതി കൂട്ടിക്കോ, ഇവിടെ വരുമ്പോ ചപ്പിളിച്ച് പണിയാൻ മതി. അങ്ങനെ ഒരു ഹൈവേ കൊണ്ട് ചപ്പിളിച്ച് പണിയാൻ പറ്റും? ഇവിടെ ഞങ്ങളുടെ കവല ചപ്പിളിച്ച് തന്നെ പണിയാൻ സമ്മതിക്കത്തില്ല. എന്റെ സുഹൃത്തെ, എനിക്ക് ഈ മാപ്പിലെ പ്ലാൻ അനുസരിച്ച് പണിയാൻ പറ്റത്തുള്ളൂ. മാപ്പ് കാണിക്കണം. മാപ്പ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമല്ലോ. ഇത് എന്തൊരു കഷ്ടമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഗതികേട് നോക്കണേ. അയ്യോ, മാപ്പിന് വരെ കൊച്ചു 10 മണിക്ക് തിന്നാൻ വെച്ചിരുന്ന ചപ്പാത്തിയും പൊതിഞ്ഞോണ്ടല്ലോ. കൊച്ചിപ്പോയിരുന്നു മാപ്പ് തിന്നുമായിരിക്കും. കണക്കും കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം, എന്നാലും നിങ്ങൾക്ക് അറിയത്തുള്ളൂ. കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടോണം. ഇപ്പോൾ ഈ പഞ്ചായത്ത് റോഡ് വീതി 6 മീറ്ററാണ്. ഇത് 6 വരുമ്പം 6 × 6, 6 വരിയാകുമ്പോൾ 6 × 6 36 മീറ്റർ ആവും. എത്ര? 36 മീറ്റർ ആവും. ഇതിന്റെ 2 സൈഡില് ഫുട്പാത്തിനായിട്ട് ഒരു 4 ഫീറ്റ് അങ്ങ് പോകും. പിന്നെ ഇതിന്റെ പാർക്കിംഗ് ലൈൻ ഉണ്ട്, അതിനൊരു 3 ഫീറ്റ് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ 36 ഈ 4 മൈനസ് 32 മൈനസ് ഈ 4 അടിയും കൂടെ പോയി കഴിഞ്ഞാൽ എത്ര ഫീറ്റ് ഉണ്ടാവും നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. എന്തുവാ? എവിടെയെങ്കിലും ഒരു എഞ്ചിനീയർ ഗുണ്ടയായിട്ട് വരുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ കള്ളക്കണക്കല്ലേ കെട്ടി വെക്കുന്നത്. അത് കൊള്ളാം. അത് കൊള്ളാലോ. എടാ സത്യ, നീ പൊട്ടക്കണങ്ങ് കേട്ട് പഴം തിന്നോണ്ട് നിൽക്കാതെ കട പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയണം. ഈ കട പൊളിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. എന്റെ സുഹൃത്തെ, ഇനി വന്നേ. ഇവിടെ നിങ്ങൾ ഈ പൊളിക്കാൻ സമ്മതിക്കാത്ത കാര്യം എന്താ പറ. സാറേ, ഞാൻ ഈ ഇട്ടാവട്ടത്തിൽ നിന്നാണ് വെല്ലു വിളിക്കുന്നത്. ഇതെന്റെ ഒരു വരുമാന മാർഗം, ഇതില്ലാതാക്കല്ലേ. എന്റെ സുഹൃത്തെ, നിങ്ങളുടെ വരുമാനം കൂടാൻ പോവല്ലേ? എങ്ങനെ?
നിങ്ങളിപ്പോ ഈ ചെറിയ സ്ഥലത്ത് നിന്നല്ലേ വെല്ലുവിളി, അവിടുത്തെ വരുമാനമല്ലോ നിങ്ങൾക്ക്. ഈ റോഡിന് വീതി കൂട്ടിക്കഴിഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് റോഡ് നടന്ന് നിങ്ങൾക്ക് വെല്ലുവിളിക്കും, അത്രയും വരുമാനം വരത്തില്ലേ? അത്ര വലിയ പിന്നെ അങ്ങനെ നിങ്ങൾ കാരണം ഈ കവല സത്യൻ കവല എന്ന് നാളെ അറിയപ്പെടും. പിന്നെ നിങ്ങൾ മരിക്കുമല്ലോ കുറച്ച് നാൾ കഴിഞ്ഞ്. അല്ല, ഉടൻ തന്നെ ഉണ്ടാവും, ആരെല്ലോ ചെയ്യും. അന്നേരം നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു പ്രതിമ ഞങ്ങൾ ഇവിടെ വെക്കും. പ്രതിമ വെക്കും. ഇപ്പഴേ നിൽക്കട്ടെ, അന്ന് പ്രതിമ വെച്ചോളാം. അതാണ് പറഞ്ഞത്. വിളിക്കാൻ നിന്നാലേ നമുക്ക് രണ്ടുപേർക്കും ഗുണമുണ്ടാവും. തൊമ്മിച്ചായോ, ഞാൻ ഈ കട അങ്ങ് പൊളിക്കുക. എന്റെ പ്രതിമ വെക്കാൻ. പ്രതിമ വെച്ചാലും വെച്ചില്ലേലും തൂറാനുള്ള കാക്ക തൂറും. അതുകൊണ്ട് ഞാൻ പൊളിക്കാം. നീ തന്നെ കോരി തിന്നു. നിന്നോട് കട പൊളിച്ചു എന്റെ കട നീ പൊളിച്ചു ഓടാ. കാലം നോക്കാമോ? കട പൊളിച്ചു. അയ്യോ നിനക്ക് വട്ടാണ്. അയ്യോ വീട്ടിലെങ്ങാനും പോയി കളിക്കണം, ഇവിടെ കിടന്ന് നാശം ഉണ്ടാക്കണം. സാറേ, എന്നാ എന്റെ പ്രതിമ വെക്കുന്നത്? അത് ഈ റോഡിന്റെ പണി കഴിഞ്ഞ ഉടനെ വെക്കും. എന്നാ പണി കഴിയുന്നത്? ഇതൊരു 2060 ആകുമ്പോ കഴിയും. അപ്പൊ എന്ന് തുടങ്ങും? ഇത് 2035 ആകുമ്പോ തുടങ്ങും. 10-15 കൊല്ലം കഴിച്ച് തുടങ്ങാൻ പോകുന്ന പദ്ധതിക്കാണോടാ വേട്ടാവളി ഇപ്പോഴേ നീ എന്റെ കട പൊളിച്ചത്? ഭ്രാന്താ. നിന്നോ ഞാൻ അവിടെ അടിക്കല, അവിടെ കത്തി വെക്കുന്നതാ. ഏറ്റവും കൂടുതൽ കത്തി വെക്കുന്നത് ഇതാണ്. എന്റെ കൈയുടെ മുട്ടി ഞാൻ ആദ്യമായിട്ട് കാണുക. അവനെ കൈ വിട്ടു പോയി. സാറേ, ഹൈവേക്ക് വീതി കൂട്ടുന്നതിന് മുമ്പ് എന്റെ വീട്ടിലുള്ള ഇടവഴിക്കുന്ന വീതി കൂട്ടാമോ? എന്തിനാ? അല്ലെങ്കിൽ അതിൽ ആംബുലൻസ് പോകത്തില്ല. നല്ല ഉഗ്ര സ്കിറ്റായിരുന്നു, നല്ലൊരു കൈ കേട്ടോ. ബിജുകുട്ടൻ ചേട്ടാ, ഉഗ്രം സ്കിറ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. കാരണം ഇപ്പോൾ ഹൈവേ ഒക്കെ എല്ലായിടത്തും ഇപ്പോൾ തിരുവനന്തപുരം തുടങ്ങി അങ്ങോട്ട് പോകണമായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണത്. അപ്പോൾ അത് എടുത്ത് തന്നെ നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ആദ്യം ചെറുതായിട്ടൊരു വലിച്ചിൽ ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ മനോജ് വന്നതിന് ശേഷം ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര കൗണ്ടറുകളുടെ ബഹളമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നല്ല റിഹേഴ്സൽ എടുത്തിട്ടുണ്ട്. കാരണം ഓരോരുത്തൊരു ക്ലാഷിങ് ഉണ്ടായിട്ടില്ല. നല്ല രസമായിട്ട് തന്നെ വന്ന് ഒരുപാട് നല്ല പുതിയ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ മുട്ടുകൈ ആരും അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഒരാൾ പിടിച്ച് നെളിച്ചപ്പോഴാണ് എനിക്ക് മുട്ടുകൈ ഉണ്ടായിരുന്നു. അതേപോലുള്ള കുറേ ഉണ്ടായിരുന്നു. എനിക്ക് വികസനം ഇഷ്ടമല്ല, എന്താണ് എനിക്ക് കുശുമ്പാണെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരെ ക്ലൈമാക്സ് വരെ നല്ല ഗംഭീരമായിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു. കൗണ്ടറിന്റെ ബഹളമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ, നല്ല അടിപൊളി സ്കിറ്റായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ പെർഫോമൻസ് ആണ്. നിങ്ങൾ 3 പേരോട് ഇങ്ങനെ ഒന്ന് പ്ലേ ചെയ്യുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. കാര്യം ഉഗ്രൻ കോമ്പിനേഷനാണ്. നിങ്ങൾ ഉഗ്രനായിരുന്നു. നിങ്ങൾ നന്നായിട്ട് എന്താണ് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഗംഭീര സ്കിറ്റുകളായിട്ട് ഇനി പറഞ്ഞു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, ഇത് നല്ല വൃത്തിയുള്ളൊരു സ്കിറ്റാണ്. നിങ്ങളത് മനോഹരമായിട്ട് എഴുതിയിട്ടുമുണ്ട്, മനോഹരമായിട്ട് അത് പ്രസൻറ്റ് ചെയ്തിട്ടുമുണ്ട്. 3 പേരും ഇപ്പോൾ ആരാണ് ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ 3 പേരുടെ ഈക്വൽ പങ്കാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്, പക്ഷേ ആ സിമ്പിളായ ഒരു സാധനം ഇത്ര മനോഹരമാക്കി നമുക്ക് ലാഗടിക്കാത്ത രീതിയിൽ, ബോറടിക്കാത്ത രീതിയിൽ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മൊത്തത്തിൽ വെച്ച് നോക്കുമ്പം അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. ഇതുപോലുള്ള സാധനങ്ങളാണ് നമുക്കിവിടെ ആവശ്യം. കാര്യം ഒരിടത്തും നിങ്ങൾ തെറ്റിച്ചിട്ടില്ല, ഒരു ടൺ സ്ലിപ്പ് വന്നിട്ടില്ല, ഒന്നുമില്ലാതെ വൃത്തിയായി മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടാ, മാർക്സ് കൊടുക്കാം. മാർക്സ് ഞാൻ ഇവർക്കൊരു 15,000 രൂപ കൊടുക്കും. അടിപൊളി, 15,000 രൂപ. നസീർക്ക? ഞാൻ കുറയ്ക്കുന്നില്ല, ഞാനൊരു 16,000 രൂപ കൊടുക്കും. ഓ, രണ്ടോടെ ചേർത്ത് 31,000 രൂപയായിട്ടുണ്ട്. ബിജുകുട്ടൻ ചേട്ടാ, കട പോയി എന്തായാലും നീ കാശിന് ആവശ്യമുണ്ട്. വിട്ടറുണ്ട്. ടോട്ടൽ എമൗണ്ട് 55,000 രൂപ. അടിപൊളി. അപ്പോ ഇതേപോലെ ഉഷാർ ഐറ്റങ്ങളുമായിട്ട് വായോ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. നമ്മളെല്ലാരും പിന്നെ ആക്ഷൻ ഹീറോ ബിജു കണ്ടതല്ലേ? പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആസ്വദിച്ചിരിക്കുന്നത് ആ വയർലെസ്
ഫോൺ മാറി അടിച്ചോണ്ട് പോന്നെ. അടിച്ചോണ്ട് പോന്നെ. കോബ്ര ചേട്ടൻ നമുക്ക് ഒരുപാട് നല്ല വർഷങ്ങളായിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അതെ, അതെ. അദ്ദേഹം ഒരു ടീമുമായിട്ട് സ്കിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്ലോറിലേക്ക് വരുവാണ്. അപ്പൊ ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രാജേഷ് കോബ്ര, ജയറാം ആൻഡ് മനു. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമാമേ. FM-ൽ ഈ പാട്ട് കേൾക്കാൻ നല്ല സുഖം. പക്ഷെ നമ്മുടെ കേരളം ഒരുപാട് മാറി. രാഷ്ട്രീയക്കാർ മാറിയില്ലേ? നമ്മളൊക്കെ മാറിയില്ലേ? മാറിയില്ലേ? മാറി, നമ്മൾ മാറി, നമ്മളെല്ലാരും മാറി. പക്ഷേ എന്റെ പെണ്ണും പിള്ള മാത്രം മാറിയിട്ടില്ല. എന്തോ അമേശ കിടന്ന് തൊള്ള നടക്കുന്നത്? ഒരു മനസമാധാനം തരത്തില്ല. രാവിലെ എവിടെയെങ്കിലും പോയിട്ട് വലിഞ്ഞു കയറി വരും, വന്നു കയറി അപ്പ തുടങ്ങും കാലൻ രാജി രാജി രാജി. പക്ഷെ എന്റെ കണ്ണിലേ മരുന്നൊഴിച്ചേക്കുവാ. ഡോക്ടർ പറഞ്ഞ് മരുന്നൊഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ കണ്ണ് തുറക്കാവുള്ളൂ. ആ മരുന്നേ നിന്റെ വായിലാ ഒഴിക്കേണ്ടത്. 1 മണിക്കൂർ അടഞ്ഞിരിക്കും. എന്റെ കണ്ണിലെ മരുന്ന് പോയാലും വേണ്ടില്ല. നിങ്ങൾക്ക് എന്നാ മനുഷ്യ? നിങ്ങൾക്ക് ഇനി ഞാൻ വടി പോലെ ഇവിടെ നിൽക്കുന്നത് നീ കണ്ടായിരുന്നു? കണ്ടില്ല. ഇനി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമെന്ന് നിനക്ക് അറിയാമായിരുന്നു? ഇല്ല, അറിയത്തില്ല. നിനക്ക് ഇവിടെ എന്താ അടി പണി? നിങ്ങളിത് ചോദിക്കണം മനുഷ്യ, നിങ്ങളിത് ചോദിക്കണം. രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേക്കുന്ന ഇവിടെ വന്ന് സർവത്ര പണിയും ചെയ്യണം, പാത്രം കഴുകണം, തുണി കഴുകണം, എല്ലാ പണിയും ചെയ്തിട്ടേ ഇങ്ങേരുടെ ഈ ഷർട്ട് വിട്ട് ഈ ഇരിക്കുന്ന തൂമ്പയും കൊണ്ട് ഞാൻ തൊഴിലുറപ്പിന് പോകും. അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് 5 മണി വരെ ഒരു റിലാക്സേഷൻ. അത് കഴിഞ്ഞ് ഞാൻ കുടുംബത്തോട്ട് കയറി വന്നാലോ എനിക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഉണ്ടോന്നോ? എടി ഇടയ്ക്കിടയ്ക്ക് അലമാര തുറന്നൊന്ന് നോക്കണം. അയ്യോ, അതിനകത്ത് ഇരിക്കുന്നല്ലോ. എടി നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ചതിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ദുരന്ത കഥയുടെ ഒരു CD അതിനകത്ത് ഇരിപ്പുണ്ട്. അതിട്ട് കാണണം. അയ്യോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ കല്യാണ CD നീ കണ്ടിട്ടില്ല? അങ്ങനെയാണെങ്കിലേ ആ ദുരന്തത്തിന്റെ പകുതി അനുഭവിക്കുന്നത് ഇപ്പൊ ഞാനാ. അതാണ് 50-50. ആണും പെണ്ണും ഒരേപോലെയാണ്. ആണുങ്ങള് ചെയ്യുന്നത് പെണ്ണുങ്ങൾക്കും ചെയ്യാം, പെണ്ണുങ്ങൾ ചെയ്യുന്നത് ആണുങ്ങൾക്കും ചെയ്യാം. അങ്ങനെയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ആദ്യത്തെ കുഞ്ഞിനെ ഞാനല്ലേ പ്രസവിച്ചത്, രണ്ടാമത്തെ നിങ്ങൾ അങ്ങ് പ്രസവിക്കും. കോമഡിക്കാരി, ഫ്ലവേഴ്സ് കൊണ്ടു. അയ്യോ, എന്നെ ഒരിടത്തും കൊണ്ടുപോകണ്ട. ഇതൊന്നും കൊണ്ട് അടച്ചിട്ട് വരുമോ? അയ്യോ, ഇത് കറണ്ട് ബില്ലാണല്ലോ. 2000 രൂപ. 2000 അല്ല, 2000. ഓ, നിനക്ക് നിസാരം. നിനക്കിതൊക്കെ നിസാരം. ഈ പൈസ അടയ്ക്കേണ്ടത് ഞാനാണല്ലോ. ഇവിടെ എത്ര ഫാനാ വർക്ക് ചെയ്യുന്നത്? 4. ഇനി മുതൽ ഈ വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണത്തിന്റെ പ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ അതിലും നല്ലത്. മതി, അതാണ് എനിക്ക് ഇഷ്ടം. ഞാനിത് കേക്കണം ബെച്ച, ഞാനിത് കേക്കണം. നിനക്കറിയാമോ, ഞാൻ ഈ കുടുംബത്തിലേക്ക് ഈ വലത് കാലെടുത്ത് ഏത് കാലക്കിലും ആയിക്കോട്ടെ ഈ കാലെടുത്ത് വെച്ച് ഈ കുടുംബത്തിലോട്ട് കയറി വന്നതിന് ശേഷമാ ബീച്ചേട്ടാ ഈ കുടുംബത്തിന്റെ ഒരു മാറ്റം ഉണ്ടായത്. ശരിയാണ്. എന്റെ മുത്ത്, എന്റെ ചക്കര വന്നതിന് ശേഷമാണ് ഈ വീട്ടിലൊരു മാറ്റം ഉണ്ടായത്. ആദ്യം എന്റെ അമ്മയെ ഇവിടെ മാറ്റി, പിന്നെ എന്റെ 2 പെങ്ങന്മാരെ. ഇല്ല, എന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്. അച്ഛനെ മാത്രം നീ മാറ്റല്ലേ. അങ്ങനെ നിങ്ങളെ പറയരുത് മനുഷ്യ. അത്രയ്ക്കും ദുഷ്ടിയായ ഒരു സ്ത്രീ അല്ല ഞാൻ. നമ്മുടെ അച്ഛൻ നമ്മുടെ ഈ വീട്ടിൽ തന്നെ താമസിക്കണം. നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടേലും മാറിപ്പോവാം. ആര് പറഞ്ഞ് പാവമാണെന്ന്? പല കള്ളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചക്ക മൂട്ടിക്കുന്നവര്, മാങ്ങ മൂട്ടിക്കുന്നവര്, പഴം മൂട്ടിക്കുന്നവര്, ഇവരൊക്കെ പോലീസുകാരെ കാണുമ്പോൾ ഓടും. പക്ഷെ ഇങ്ങേര് പോലീസുകാരുടെ തൊപ്പി, പോലീസുകാരുടെ ലാത്തി, പോലീസുകാരുടെ യൂണിഫോം, ഇതൊക്കെ മോട്ടിക്കുന്ന ഒരു കള്ളനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ഒന്നും കേൾക്കുന്നു. അയ്യോ, ഇനി നാട്ടുകാർ കേൾക്കാനൊന്നുമില്ല. നിങ്ങളുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരുടെ വയർലെക്സ് മോട്ടിച്ചത് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വൈറലാ മനുഷ്യ. അങ്ങനെ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയല്ല, അറിയാവോ? ഒരു കോബ്ര വന്നേക്കുന്ന ഒരു കോബ്ര. ചൂടായിട്ട് ലാത്തിങ്ങട് മോളെ.
ചൂടായിട്ടൊരു ചായയും എടുക്ക്. അച്ഛൻ ഇത്ര നേരം എവിടെയായിരുന്നു? എന്റെ പൊന്നു മോനെ, റോഡിൽ ചെന്നപ്പോ പോലീസുകാരും രാഷ്ട്രീയക്കാരും കൂടെ ഭയങ്കര ഉന്തും തള്ളും. ഇത് കഴിയുമ്പം പോലീസുകാർ ചോറ് തിന്നും, അത് നോക്കി നിൽക്കുകയായിരുന്നു. അയ്യോ, നിങ്ങൾ അവിടെ എന്തിനാ വായി നോക്കി നിൽക്കുന്നത്? നിങ്ങൾക്കുള്ള ചോറ് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല അച്ഛാ. അതല്ലെന്ന്, ഈ ചോറുണ്ടുമ്പോ പോലീസുകാർ തൊപ്പിയൂരി വെക്കും, അതുകൊണ്ട് ഇങ്ങ് പോരാല്ലോ. അച്ഛാ, നിങ്ങൾ ആ കാര്യം ചോദിക്കുന്നുണ്ടോ? അച്ഛാ, അപ്പുറത്ത് താമസിക്കുന്ന SI രാവിലെ മുണ്ട് കൊടുത്തോണ്ട് ഡ്യൂട്ടിക്ക് പോകണുണ്ടല്ലോ. അച്ഛ അയാളെ ബെൽറ്റ് അടിച്ചു മാറ്റിയാ? 3 ദിവസം പറയല്ലേ ചേട്ടാ, ഞാൻ അങ്ങേറെ ബെൽറ്റ് അടിച്ചു മാറ്റിയിട്ടില്ല. അങ്ങേറെ യൂണിഫോം ഞാൻ അടിച്ചു മാറ്റിയായിരുന്നു. അതിനകത്ത് ബെൽറ്റ് ഉണ്ടോ എന്റെ പൊന്നെ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നിരപരാധി ദാസോ. നിങ്ങൾ എന്തിനാണ് ഈ പോലീസുകാരുടെ സാധനങ്ങൾ തന്നെ ഈ അടിച്ചു മാറ്റുന്നത്? വൈരാഗ്യം. എന്ത് വൈരാഗ്യം? വൈരാഗ്യം. എന്റെ മോനെ പോലീസിലെടുക്കാൻ വേണ്ടി ടെസ്റ്റിന് കൊണ്ട് നിർത്തി. അപ്പൊ ഇവർ എന്റെ മോനെ മൊത്തം ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു വിറ്റല്ലെന്ന്. അപ്പൊ തന്നെ മാറിക്കൊണ്ടൊരു പുള്ളു മേടിച്ച് ഞാനും കഴിച്ച് എന്റെ മോനും കൊടുത്ത്. അവ 4 കാലം അവരുടെ മുന്നിൽ ചെന്നിന്റെ അവന്മാര് പറയാ വിറ്റല്ലെന്ന്. പോലീസിന്റെ മുഖത്ത് ഊതറാന്ന് പറഞ്ഞു, ഊതി. അപ്പോഴും പറയുന്നു വിറ്റല്ലെന്ന്. ദൈവമേ, പോലീസുകാരെ വെച്ചപ്പോ മൊത്തം പ്രശ്നമാണ്. നമുക്ക് ഗോഡ് ഫാദർ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടല്ല കാര്യങ്ങൾ. സത്യത്തിൽ ഇതുവരെ നിങ്ങൾ ഒരു പോലീസുകാരും പിടിച്ചിട്ടില്ല അച്ഛാ? അയ്യോ, എന്നെ പിടിച്ചിട്ടുണ്ട്. എന്നെ പിടിച്ച് 2 തവണ സെല്ലിട്ടതല്ലേ. എന്നിട്ട് ആ സെല്ല് മോടിച്ചോണ്ട് ഞാനിങ്ങ് പോന്നു. അയ്യോ, എന്നിട്ട് ആ സെല്ല് എന്ത്? ആ സെല്ല് കണ്ടിട്ടില്ല? നമ്മുടെ വീടിന്റെ ഗേറ്റ് ആ സെല്ല. എന്റെ ദൈവമേ, ആ സെല്ലും തുറന്നാണോ രാവിലെ ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത്? അയ്യോ അയ്യോ അയ്യോ, എന്നാ? അയ്യോ എന്റെ പൊന്നേ. നമ്മൾ ഉത്തരവാദിത്തക്കുറവ്, ഉത്തരവാദിത്തം നമ്മൾ ഇത്തരത്തില്ലാതെ. മനുഷ്യ പോലീസുകാരുടെ ബ്രീത്ത് അലൈസർ അടിച്ചോണ്ട് വന്നേക്കുന്നത്. വളരെ കാര്യം മനസ്സിലാക്കണം. ഈ പോലീസുകാർ പാവങ്ങൾ ഇതും കൊണ്ട് റോഡെ നിൽക്കുക. നമ്മൾ ഫിറ്റല്ലെങ്കിൽ അവർക്ക് പെറ്റി അടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ തന്നെ ചെക്ക് ഒരെണ്ണം അതും അടിച്ചോണ്ടെങ്കിൽ പോകുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങർക്ക് വിദ്യാഭ്യാസം വിവരമില്ല കേട്ടോ. എടി, എന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കുട്ടിക്കാലം ഞാൻ ഇവിടെ ജയിലിൽ കിടക്കുമ്പോ വരെയാണ് കിടന്നത്. രാവിലെ നീ കഴിക്കാൻ തരുന്നത് ഗോതമ്പുട്ട, അയ്യോ, ഉച്ചക്ക് തരുന്നത് ഗോതമ്പുട്ട, വൈകിട്ട് തരുന്നത് ഗോതമ്പുട്ട. സ്കൂളിൽ പോകുമ്പോഴോ 2 ഉണ്ടേടി. എന്തിനേറെ പറയുന്നു, എന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോ ഈ മനുഷ്യട്ട പേര് ഇല്ല. PC 635. മോളെ, എടി നാളെ വിദ്യാഭ്യാസം വേണ്ട. അതുമായിട്ട് നിങ്ങൾക്ക് എന്നാ അച്ഛാ ബന്ധം? നിങ്ങൾ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ഒന്നും അല്ലല്ലോ. മോനെ, ഈ പോലീസുകാരും പിള്ളേരും കൂടി ഇങ്ങനെ നേർക്ക് നേരെ നിൽക്കും. അപ്പൊ പിള്ളേര് മുദ്രാക്കി വിളിക്കും. ഈ സമയം കൊണ്ട് ഞാൻ നുഴഞ്ഞു കയറി 2 കല്ലെടുത്ത് മെയിൻ പോസ്റ്റ് പോലീസിന് ഒറ്റ 2 കൂട്ടരും ഭയങ്കര തല്ലി ഇടി വെട്ട്. ഈ സമയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചാൽ കുറച്ച് ലാത്തിയും കുറച്ച് തൊപ്പിയും. എന്തിനു പറയുന്ന എന്റെ പൊന്നുപോലെ, അത് മെയിൻ ഓഫീസറെ സാധനമാ. ഇതുവരെ മോട്ടിക്കാൻ പറ്റും, കൊച്ചിന് കൊടുത്തോ കളിക്കാം. നിങ്ങളോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഒരു കുഞ്ഞ് വളർന്നു വരുന്നുണ്ട്. ആ കുഞ്ഞ് അച്ഛനെ കണ്ടാ പഠിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇന്ന് നിർത്തിക്കോ, ഇന്ന് നിർത്തിക്കോ, ഇന്ന് നിർത്തിക്കോ, നിർത്തിക്കോ. എന്റെ ചങ്കുപൊടിയാണ്. താട്ടാടി, അച്ഛൻ കിടന്ന് കരതാട്ടാ. അച്ഛൻ എന്തുമാത്രം വിഷമമുണ്ടായി കാണും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, അറിയാമോ? നാളെ നിനക്കൊരു ശയന പ്രദക്ഷിണം ഉണ്ട്, രാവിലെ പോകണം കേട്ടോ. ഭഗവാനെ, ഏത് അമ്പലത്തിലാച്ചാ? അയ്യോ, അമ്പലത്തിലല്ല, തിരുവനന്തപുരത്തുള്ള പോലീസ് ഹെഡ് ഓഫീസിന് ചുറ്റിനും 101 ശയന പ്രദക്ഷിണം നേടുന്നുണ്ട്. പൊളിക്കാം. പോലീസുകാരൊക്കെ ഇങ്ങനെ നിൽക്കും, നീ ഇങ്ങനെയാണ് ഉരുളും. അച്ഛാ, അച്ഛൻ ഒരു വ്യക്തി കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു സ്ഥാപനം പോലും തുടങ്ങാൻ പറ്റുന്നില്ല. നീ എന്താ സ്ഥാപനം തുടങ്ങുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ? എനിക്കൊരു സ്റ്റുഡിയോ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു പണി, ആ സ്റ്റുഡിയോക്ക് ഉള്ള മുറിയൊക്കെ കണ്ടോ? ബാക്കിയ കാര്യം ഞാൻ ഓക്കെ തരും. അച്ഛൻ പറഞ്ഞേട്ടാടി, മുറിയൊക്കെ കണ്ടോളായി, ബാക്കിയുള്ള കാര്യം അച്ഛൻ റെഡിയാക്കാതെ. ഇങ്ങനൊരു മണമണാഞ്ചൻ, അതിന് ക്യാമറയൊക്കെ വേണം മനുഷ്യ. അത് ശരിയാണല്ലോ അച്ഛാ, ക്യാമറയ്ക്ക് ഒരുപാട് പൈസ ആവത്തില്ല. അതിനൊന്നും ഒരു പൈസ ആകത്തില്ല. അതിനെന്ത് പൈസ? ഇതിലും വലിയ ക്യാമറ ലോകത്തുണ്ട്. പോലീസിന് CC ക്യാമറ. CC എന്നെ മോൾ ഉദ്ദേശിച്ചത് EMA. നോ, ഇത് ഞാൻ മോട്ടിച്ച് കേറമ്മേ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോലീസിന്റെ ഫുൾ ഫോം എന്നാന്നറിയോ അച്ഛാ? അയ്യോ, പോലീസിന്റെ ഫുൾ ഫോം നിനക്കറിയോ? എനിക്കറിയാം. ഞാൻ നോക്കി പറഞ്ഞേ, നിനക്കറിയോ പോലീസിന്റെ ഫുൾ ഫോം? പോലീസിന്റെ ഫുൾ ഫോം കണ്ടോ? പബ്ലിക് ഓഫീസർ ഫോർ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനൽ എമർജൻസീസ്. അത് അവർക്ക്. എനിക്ക് അങ്ങനെയല്ല. സ്പെല്ലിംഗ് പറ. P. പോലീസിന്റെ ഉള്ളതെല്ലാം ലാത്തി ഉൾപ്പെടെ എനിക്ക്. C.
വരാം. അപ്പൊ ഈ ഇഷ്ടം പോലെ പോരെ. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ ഒരു കാരണവശാലും നന്നാകത്തില്ല. ഞാൻ ഇപ്പൊ തന്നെ എന്റെ പിള്ളേരെ വിളിച്ചാലും ഞാൻ ഇപ്പൊ ഇറങ്ങിപ്പോവും. പിന്നെ അപ്പനും മോനും കൂടെ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ദേ ഈ പുൽക്കൂട്ടിലോട്ട് നോക്കി ഇരിക്കേണ്ടി വരും. അച്ഛന് തൃപ്തിയായില്ലേ? അവളെ മക്കളും കൂടെ വീട്ടിൽ പോകാൻ പോണെന്ന്. ഞാനും കൂടെ പോവാൻ പോണ്. നിങ്ങൾ ഇവിടെ കിടന്ന് കള്ളും കുടിച്ച് ഇവിടെ കിടന്ന് ഇച്ച ഇന്ന ഇമ്മ ഇക്ര പറയ്ക്കും മടി. അവിടെ കിടന്ന് ഇന്നസെറ്റ് കളിക്കാതെ വാ മനസ്സിലാക്കോട്ടെ. രാജുവോളെ എങ്ങ് വാ. അച്ഛൻ ഈ പോലീസുള്ള വൈരായം കൊണ്ട് അച്ഛൻ പണ്ടോട്ട് ഈ സാധനമൊക്കെ മോട്ടിക്കുന്നത് ശരിയാണ്. ഞാൻ എപ്പോഴും മോശം പോലീസുകാരെ ഞാൻ പറ്റിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പോയ എനിക്ക് പിന്നെ ആരുമില്ല. അതുകൊണ്ട് ഈ ക്രിസ്മസ് അച്ഛൻ്റെ കെയർ ഓഫിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. നമുക്ക് മനുഷ്യ ഇങ്ങോട്ട് വന്നേ. നമ്മുടെ അച്ഛൻ ആദ്യമായിട്ട് ക്രിസ്തുമസ് സന്ദേശവും മെസ്സേജ് ഒക്കെ പറയുന്നുണ്ട്. ഈ കുടുംബത്തിൽ ഇത് ആദ്യമായിട്ടാ. അതുകൊണ്ട് പുള്ളി നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മോളെ ഒന്ന് ഇതിനകത്തിന് വല്ലതും വേണോ മോളെ? എന്നാച്ചാ? അല്ല ഇതിനകത്ത് അയ്യോ, ഇതിനകത്ത് നമുക്കൊരു ട്രീയും കൂടെ വേണ്ടേച്ചാ. ട്രീയോ? ആ, അതിലൂടെ അച്ഛനെ പപ്പായ ചേട്ടി ഇങ്ങനെ നിന്നാലേ? അയ്യോ സൂപ്പർ ആയിരിക്കും. അടിപൊളിയായിരിക്കും. അയൽക്കൂട്ടത്തിലെ പെണ്ണുകളെ കാണുമ്പോൾ നല്ല സ്റ്റൈലായിരിക്കും. അതെ 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 അതെ. അല്ല മോളെ, അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇതിനകത്ത് ലൈറ്റ് ഒന്നും ഇട്ടില്ലല്ലോ. ഇനി നമ്മുടെ ജോസഫിന്റെ വീട്ടിൽ വെച്ചതുപോലെ പച്ച ചുവപ്പ് നീല ആ മോഡൽ ലൈറ്റ് വെച്ചാലോ? മതി, നിങ്ങൾ പെട്ടെന്ന് പോയി മേടിച്ചോണ്ട് പോകാൻ അത് മനുഷ്യ. ഞാൻ മേടിച്ചു തരാം. പൈസ? അയ്യോ, പൈസ എന്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. എടി, ഞാൻ ജോലി നിന്റെ കൂടെ തരുന്നത്. അയ്യോ, എന്റെ കൈ കൊണ്ട് തരുന്ന കാര്യമൊന്നും പറയല്ലേ. നീ അങ്ങനെ പറയല്ലേ, പേഴ്സിങ്ങനെ പൈസ എടുത്താ. ആ, എന്റെ കയ്യിൽ ഇരിക്കുവാ. എന്തുവാ മക്കളെ, അച്ഛനല്ലേ ഈ വർഷം അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ് നമ്മൾ ഇവളെല്ലാം ഗംഭീരമാക്കും. എന്റെ മരുമോക്കും എന്റെ മോനെയും നാട്ടുകാർ പൊക്കി പറയും അയൽക്കൂട്ടത്തിൽ പോയി പൊളിക്കാൻ നിനക്ക്. അതുകൊണ്ട് അച്ഛൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ തൂക്കം അടിച്ചു പൊളിക്കും. നീ കണക്ഷൻ കൊണ്ടുവന്നോ. ഇതിലും വലിയ ലൈറ്റ് ലോകത്ത് വേറെ ഏതാ ഉള്ളത്? അയ്യോ, പോലീസിന്റെ വണ്ടിയുടെ മേളിൽ വെക്കുന്ന ബീക്കൺ ലൈറ്റ്. എന്റെ ദൈവമേ, ഈ ക്രിസ്മസിന് എന്റെ പോലീസിലെടുക്കും. അതെന്ത്? അച്ഛൻ ഞങ്ങളെല്ലാം കൂടെ റിമാൻഡ് ചെയ്ത് അകത്തിടുവന്ന്. അപ്പൊ ഈ തൊണ്ടി മുതൽ സൂക്ഷിച്ചാലും പോലീസ് പിടിച്ച് അകത്തിടുവാ? അങ്ങനൊക്കെ ഉണ്ടോ? നല്ല ഗംഭീര സ്കിറ്റ്, നല്ല കയറി. അത് തന്നെ 3 പേർക്കും ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ 3 പേർക്കും. ഷാജു ചേട്ടാ, രാജേഷ്, ജയറാം, മനു, നല്ല സ്കിറ്റായിരുന്നു. രാജേഷിൻ്റെയും ടീമിൻ്റെയും നമ്മുടെ ഈ ഫ്ലോറിലോട്ടുള്ള ഈ എൻട്രിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്കിറ്റാണ് നിങ്ങളെന്ന് ചൂസ് ചെയ്തെന്നുള്ളതാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുമ്പം അതിൽ നമ്മൾ ഓർക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ചിരി വരുന്നത് കോബ്ര രാജേഷ് എന്ന് പറയുമ്പോഴാണ്. അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ സമയം നമ്മൾ നമ്മുടെ എബ്രിഡ് ഷൈനെയും അതുപോലെ തന്നെ നിവിനെയും ആ ടീമിനെല്ലാം മൊത്തത്തിൽ ഓർക്കുന്നു. ഈ സ്കിറ്റ് ആരാണ്? നിങ്ങൾ തന്നെ എഴുതിയതാണോ? നിങ്ങൾ തന്നെ? നിങ്ങൾ 3 പേരുടെ തയ്യാറാക്കിയതാണ്. ഗ്രൂമേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി ഇതിലും ഗംഭീര സ്കിറ്റുകളുമായിട്ട് അടിപൊളി പൊട്ടിച്ചിരിപ്പിക്കുന്ന സ്കിറ്റുകളായിട്ട് വരാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. നസീർക്ക, എന്തായാലും തുടക്കം മനോഹരമായി കേട്ടോ. നിങ്ങളുടെ ആദ്യത്തെ വരവ് സാധാരണ ഒരു പ്രൊഫഷണലിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഈ ഫ്ലോറിൽ വരുമ്പം നമുക്കൊരു ഭയമാണ്. കാര്യം അവർ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇവിടെ ഒന്ന് കയറി ചെയ്യുന്നത്. അവർ കയറുമ്പം നന്നായിരിക്കണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങളത് ഒട്ടും തെറ്റിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് തന്നെയാണ്. ഇതിൻ്റെ കണ്ടൻറ്റാണ്. ആ സമയത്ത് നമ്മൾ സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ മുമ്പ് ആരെങ്കിലും കളിച്ചതോ ഒന്ന് പൊടി തട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കളിച്ചാൽ നമ്മളതെല്ലാം അത് കണ്ടതായിരിക്കും. അവിടെയാണ് നമ്മുടെ വില അവിടെ കൽപ്പിക്കും. ഇവരുടെ കയ്യിൽ പുതുമകളൊന്നുമില്ല, പഴയതേ കാണുള്ളൂ എന്ന് തോന്നൽ വരും. ഇതത് നിങ്ങൾ ഫസ്റ്റിലേ തന്നെ അത് വരുത്താതെ ഒരു പുതിയ കണ്ടൻറ്റ് തിരഞ്ഞെടുത്തു. അത് നല്ല വൃത്തിയും മനോഹരമായിട്ട് 3 പേരും അറിഞ്ഞു കളിച്ചു. മുമ്പോട്ടുള്ള യാത്രയിൽ ഇതേപോലുള്ള പുതുമകളുള്ള സബ്ജക്റ്റ്, പുതുമകളുള്ള കൗണ്ടർ അതുമായിട്ട് വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഇരിക്കട്ടെ ചേട്ടാ. കോബ്ര ടീം പൊളിച്ചട്ടാ, നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആദ്യമേ തന്നെ എനിക്ക് ഈ മനുവും ജയറാമും തമ്മിലുള്ള കോമ്പിനേഷൻ നന്നായിരുന്നു. അവിടെ ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. മറ്റേ തൊഴിലുറപ്പിന് പോകുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടുന്ന സംഭവം ഇത് അവര് കേൾക്കണ്ട എന്തായാലും. പക്ഷെ എല്ലാരും അങ്ങനെയല്ലല്ലോ അല്ലേ? എല്ലാരും അങ്ങനെയല്ല, ഒരിക്കലും അല്ല. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഒരാള് മാത്രം. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഒരു ക്ലാഷ് ആവാതെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊഫഷണാലിറ്റി ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ. പിന്നെ മൂന്നാമതൊരാൾ വന്നപ്പോ സത്യം പറഞ്ഞാൽ രാജേഷിന്റെ കുടിയൻ വേറൊരു സാധനം കേട്ടോ. അത് ഒട്ടും ഓവറാക്കുന്നില്ല. കുടിച്ചിട്ടുണ്ട്, അത് വയറ്റി കിടക്കണുണ്ട്.
അതിന് മാത്രമേ ഉള്ളൂ. അതാ സംസാരിക്കുന്നതിനൊക്കെ അത്യാവശ്യം ബോധമുള്ള ആളാണ്. പിന്നെ സെറ്റായി വരുന്നേ ഉള്ളൂ. അല്ല, തന്നെയല്ല. ഇങ്ങനെ രാജേഷിന്റെ കുടിയൻ ആ സിനിമയിലൂടെ വളരെയധികം ഫേമസ് ആണ്, ഓപ്പറ രാജേഷിലൂടെ. പക്ഷെ അത് പിടിക്കാതെ വേറൊരു കുടിയനാണ് ഇന്ന് പിടിച്ചത്. അത് വലിയ കാര്യം തന്നെയാണ്. അതിനൊരു പ്രത്യേക കൈഡിയുണ്ട് രാജേഷിന്. കാര്യം ആ ക്യാരക്ടർ പിടിക്കാൻ വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത്ര ഓവർ അതിനകത്ത് പിടിച്ച പോലെ വരും. പക്ഷെ അതൊരു വേറൊരു ഇത് പിടിച്ച് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് രാജേഷ്. കറക്റ്റ് അച്ഛനായിരുന്നു, അച്ഛൻ തന്നെയായിരുന്നു കറക്റ്റ്. എനിക്ക് തോന്നുന്നു ആ പോലീസിന്റെ ഫുൾ ഫോം എന്തായിരുന്നു പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ല്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു സാധനം അവരുണ്ടാക്കിയെടുക്കും. കിടിലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. എന്തായാലും നിങ്ങളുടെ വരവ് ഗംഭീരമാണ്. വരവ് അറിയിച്ച് അടിപൊളി, സൂപ്പർ. ഇവിടെ ഒരു മാർക്കിന് 1000 രൂപയാണ്, അറിഞ്ഞു കാണുമല്ലോ. അപ്പോ നമുക്ക് ഐശ്വര്യമായിട്ട് മാർക്കും പൈസയും വാങ്ങിക്കാം. നസീർക്ക, ഞാൻ ഐശ്വര്യമായി 13,000 രൂപ കൊടുക്കും. അടിപൊളി, 13,000 രൂപ. ഞാൻ ഒരു 12,000 രൂപ. അപ്പൊ ടോട്ടൽ 25,000 രൂപയായിട്ടുണ്ട്. ഷാജിന്റെ ടോട്ടൽ ബാലൻസ് അവിടെ വരും. ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. ആദ്യത്തെ വരവ് തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇത് പോരാ, 75ന്റെ സിൽവർ പഞ്ചും 1 ലക്ഷത്തിന്റെ ഗോൾഡ് പഞ്ചും ഒക്കെ അടിക്കണം. അപ്പൊ ഒരിക്കൽ കൂടി വെൽക്കം. നമുക്ക് ഇനിയും കാണണം. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഇനി ഒരു ഐറ്റവും ഇല്ല നമ്മുടെ ഈ ബാക്കി. ഇന്നത്തെ ദിവസത്തെ എല്ലാ ഐറ്റങ്ങളും കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഓവറോൾ? തീർച്ചയായിട്ടും നന്നായിരുന്നു. ഈ പറയുന്ന പോലെ നമ്മളത് എടുത്തു പറയേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന ഉഗ്ര സ്കിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതെ 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 അതെ, നമ്മുടെ ടീമുകളെല്ലാം അല്ലേ. ചില ആൾക്കാർക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കുഴപ്പമില്ല. കാര്യം അതാണല്ലോ ഒരു മത്സരം എന്ന് പറയുമ്പോൾ. ഇറങ്ങി ഒന്ന് ഡൗൺ ആണല്ലോ. 2 കേൾക്കുമ്പോൾ അടുത്ത പ്രാവശ്യം സെറ്റ് ആയിട്ട് വരും. പിന്നെ അങ്ങനെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ നന്നായിരുന്നു. അപ്പം നമുക്കെന്നാ ഉറങ്ങാം. നാളെ ഉഷാറായിട്ട് വരാം ചേച്ചിമാരെ. നമുക്ക് ഇന്നിപ്പോ തൽക്കാലം ഉറങ്ങാം കേട്ടോ. അടുത്ത ദിവസം ഇതേ ശക്തിയോടുകൂടി വരണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.